ഹലോ ഗായ്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ മലാസ് ലുലുവിലേക്ക്, കാരണം അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ള വിഷയമായിട്ട് അറിയാം. നമുക്ക് എന്തെങ്കിലും വണ്ടിയിലോട്ട് കയറി നൈസിന് എന്തെങ്കിലും പോകാൻ കൊണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നൈസിന് പോയി എന്തുമായാലും പരിപാടി ഏതാണെന്നൊക്കെ ഒന്ന് അറിയാനെ കൊണ്ട് ലൈറ്റിടട്ടെ. സോറി ഗായ്സ്, ലൈറ്റ് അടഞ്ഞു. അപ്പം ആ പരിപാടി എന്താണെന്നുള്ളത്, പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് 29 അപ്പോൾ ഇന്ന് അവിടെ നേരത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞവർ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 45 റിയാലാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് വാച്ച് ചെയ്യാം, എന്തോ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവിടെ ടിക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളവിടെ ചെന്നിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിടുന്നതായിരിക്കും. എന്തെങ്കിലും പോയി നോക്കാം എങ്ങനെയാണെന്ന്. ലുലു മലാസ് ആണ് ഈ പരിപാടി നടക്കുന്നത്. ഭാവനയൊക്കെ വരുന്നുണ്ട്, മിഥുൻ വരുന്നുണ്ട്, RJ മിഥുൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിദു പ്രത വരുന്നുണ്ട്, പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തുവായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾറെഡി അവിടെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തുവായാലും അവിടെ പോയിട്ട് ഭാവനയൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പം 7 മണിക്കായിരുന്നു പരിപാടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പരിപാടി ഇപ്പം താമസിച്ച് 8 മണി കഴിഞ്ഞു, 8:30 അവിടെ ചെല്ലുമ്പോൾ 9 മണിയാവും. എന്തുവായാലും ഇവിടുത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10-12 മണി വരെ തീർച്ചയായിട്ടും 12 പരിപാടി കാണും. അതുവരെ അങ്ങോട്ട് പോയിട്ട് അറിയാം എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. എന്തായാലും നല്ലൊരു പരിപാടിയാകുന്നതിന് ചാൻസ് ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നൊക്കെ അവരുടെ വീഡിയോസിനത് കണ്ടത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ വന്നിട്ട് ഒരു പരിപാടി കിട്ടുന്നല്ലേ, എന്തായാലും ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേനും എന്തെങ്കിലും പോയി നോക്കിയില്ലെങ്കിൽ ഒരു മോശമല്ലേ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ട് നമുക്ക് ആ വീഡിയോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം, എങ്ങനെയുണ്ട് പരിപാടി എന്നുള്ളത് ഒന്ന് കാണാം. പിന്നെ അവിടെ പാട്ടും മേളമൊക്കെ അല്ലേ, അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യാം. ഗൈസ്, നമ്മളിപ്പോൾ ലുലു മലാസ് ലുലുവിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഫ്ലാഷ് അടിക്കുക. അതിൻ്റെ ടോപ്പിലാണ്, റൂഫിലാണ് സംഭവം നടക്കുന്നത് ഈ പരിപാടിയെ. അപ്പം എന്തെങ്കിലും അവിടോട്ട് കയറി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പയ്യനിപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി വരും, കൂട്ടുകാരിപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ എന്തെങ്കിലും ആ സാധനം മേടിച്ചുകൊണ്ട് അകത്തോട്ട് കയറാം. ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. അതുകൊണ്ടാ പറ, നിനക്കെന്നെ ഇഷ്ടമാണ്? ഒരു മൂവിയുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ട് ചെയ്ത റാണി എന്നുള്ള മൂവിയുടെ ലോഞ്ച് ആയിരുന്നു. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു, അനൂപേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത്രയും ഒരു നല്ല പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിൽ സന്തോഷം എന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ പറഞ്ഞേ. പക്ഷെ അവിടെ വന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും ഞാൻ വിചാരിച്ചേ ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുന്നതും അനൂപേട്ടൻ അവിടെ തലകുത്തി നിന്ന് ചിരിക്കുന്നു. അപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ പക്ഷെ സീരിയസ് ആയി ഞാനിപ്പോ ഇങ്ങനെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങി, ചിരി കട്ട് ചെയ്യാൻ. പക്ഷെ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ ആൾക്കാർ കാണുമ്പോ ഇല്ല, ഞാൻ ജദ്ദയിൽ വന്നിട്ടുണ്ട്, പക്ഷെ റിയാദില് ഫസ്റ്റ് ടൈം. താങ്ക് യു റിയാദ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. പറയൂ, നമ്മുടെ റിയാദിലെ ആൾക്കാരെ എല്ലാരെയും കാണാനായിട്ട് ഭാവന വന്നതിന് വളരെയധികം സന്തോഷം. എന്താണ് നമ്മുടെ സൗദിയിലെ ആൾക്കാരോട് പറയാനുള്ളത്? ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജിദ്ദയിൽ ഒരു ഷോക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. രമേശ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഷോ റിയാദിലാണ്. ശരി, പക്ഷെ നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം എനിക്ക് ഇപ്പൊ തീർന്നു. ഇവിടെ റിയാദിലാണ് ഷോ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് വാണോ, കാരണം അന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോഴല്ലേ ഇങ്ങനെ ഓപ്പൺ ആയത്. മുൻപ് ഞങ്ങള് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ UAE മറ്റെല്ലാ സ്ഥലത്തും ഞങ്ങൾ ഷോ ഒക്കെ ചെയ്യും. പക്ഷെ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റാത്തൊരിതായിരുന്നു. സോ ഇപ്പൊ അതിലിങ്ങനെ ഓപ്പൺ ആയതിനും ഇവിടെ വന്നതിനും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. കോമഡി ഉത്സവത്തിലൂടെ നമ്മൾ കണ്ടെത്തിയ അടുത്തൊരു താരത്തെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ടാലൻസ് നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പേർക്ക് ഇതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഗംഭീരമായ ജീവിതം ഒന്നുകൂടെ ആലോചിച്ചു. എല്ലാവരും
ഭാര്യമാരെപ്പോഴും ഹാപ്പി ആയിരിക്കും. എന്താ അറിയാം, പെണ്ണുങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അവരല്ലാണ്ട് പറ്റത്തില്ല. അത്ര ഞാൻ അമൃതേഷ് ഇവിടെ കുഴൂർ എന്ന ഗ്രാമത്തിൽ വെള്ളാണിച്ചു മനസ്സിലായിക്കും. നല്ല മഴയും നല്ല പുഴയും നല്ല കാടൊക്കെയുള്ള ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞാൻ ഈ കയ്യില്. ആ പുഷ്പാങ്കദന്റെ IAS നമ്മുടെ കളക്ടർ കാണണ്ടാ നീ? എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. ഈ 30 ലോകത്തിന്റെ ആദ്യകാലമുള്ള സാധനങ്ങള് ആണോടാ? ആണോ? അതിനെന്താണ് എന്നെപ്പറ്റി വിചാരിച്ചത്? ഇപ്പൊ മനസ്സിലായി സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. വെറുതെ പേടിച്ചിരിക്കണം. അങ്ങനെയുള്ള കാര്യം സുഖമാണി നിലാവ് സുഖമാണി കാറ്റ്. ഇത് പാട്ട് ഇതുപോലെ തന്നെയാണ് ഓരോ സീനുകളും ഡയറക്ടർ ഉദ്ദേശിച്ചതിന്റെ മേളിൽ എലിവേറ്റ് ചെയ്യുന്നതിൽ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്കുള്ള ഒരു പ്രാധാന്യം. നല്ല കുപ്പായങ്ങളില്ലാത്ത ഒരു അശോക് രാജനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്കുമുണ്ടായിരുന്നു കാതിൽ ചുവന്ന കടക്കലിട്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ. ഈ ഡയലോഗ് ഞാൻ പറയാം, ഇനി റീ റെക്കോർഡിംഗ് വെച്ചിട്ട് നിങ്ങൾ കേട്ടോ. ഇങ്ങനെയുള്ള ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു അശോക് രാജനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. എനിക്ക് ഒരു കൊച്ചു കാതിൽ ചുവന്ന ഞാൻ നന്നായിട്ട് അറിയാവുന്നു. എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അവനായിരുന്നു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാനായി മദ്രാസിയിലേക്ക് പോകുമ്പോൾ ബാല എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, ബാല, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, എന്നെങ്കിലും ഒരിക്കൽ എന്നെ പോലെ നിന്റെ മുന്നിൽ വരുമ്പോൾ അന്ന് നീ എന്നെ ഓർത്താൽ മതി എന്ന്. താങ്ക് യു. അടിപൊളി. വളരെ നന്ദി. ഈ കൈഡികളെല്ലാം ഞങ്ങളെ പോലുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഓരോ പിന്നണി പ്രവർത്തകർക്കും ഉള്ളതാണ്. ഇതൊന്നും എല്ലാ ഷോയിലും ഇത്തരത്തിൽ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ലഭിക്കാറില്ല. താങ്ക് യു ഫോർ അജിത് ആൻഡ് ഗൾഫ് വാർണിംഗ്. ഗംഭീരമായി. നമ്മുടെ ആ ഓർക്കസ്ട്രയിലുള്ള എല്ലാവർക്കും ഒരു വലിയ വേണ്ടി കൊടുത്തേ. Lights on the audience, please. Lights on the audience. I need to know, with a show of hands, എല്ലാവരും പിടിച്ചിരിക്കുക. tell me, welcome ഏറ്റവും കൂടി ചിത്രത്തിലെ settle it. So, Joseph on stage. Kalabakara playing out. കളിക്കുമ്പോഴേ കളിച്ചോളാം. ആദ്യാനുരാഗ കോള് തീരമാ
കേട്ടോ. അപ്പൊ ഇനി ഞാൻ നമ്മുടെ കോറസ് പാടുന്ന 4 പേര് കൂടെ കുഞ്ഞിമോഹൻ, അമ്മു പ്രസാദ്, രാജേഷ് തൽക്കാലം ഇനി അങ്ങോട്ടുള്ള പരിപാടികളുടെ അപ്രൂവലിലൊന്നും തടസ്സം ഉണ്ടാവില്ല. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഓർഡറിൽ വേണം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട്. ഇപ്പോഴല്ല, നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഗോൾഡ് സീറ്റിംഗ് ഇരിക്കുന്ന ആൾക്കാർ പുറകു വശത്തൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്, ആ ബാക്കിലുള്ള വഴി കൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഡയമണ്ട് സീറ്റിംഗ് ഇരിക്കുന്ന ആൾക്കാർ ബോർഡ് വഴി വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. ആൻഡ് പ്ലാറ്റിനം ആൻഡ് റെഡ് കാർപ്പറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഒന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. പോകുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾ കണ്ടിറങ്ങി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഹലോ ഗായ്സ്, ഞങ്ങൾ പരിപാടി കണ്ടിറങ്ങി. എന്താളിയാ പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു. ഇവനാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ. എന്തുവായാലും നൈസ് പരിപാടി. വലിയ രീതിയിലൊന്നും വീഡിയോ എടുക്കാം. ഭാവന എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ഭാവനയുടെ വന്ന വീഡിയോസൊക്കെ എൻ്റെ ഉണ്ട്. നമുക്ക് അവൻ തന്നെ തരും. അപ്പം അതുകൊണ്ട് അതിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയായിരുന്നു. ഇതിനെയൊക്കെ ദൂരെ നിന്ന് കണ്ടു. പിന്നെ പല ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പരിപാടി ഞാൻ സ്റ്റേജിൽ, ഇതുപോലത്തെ വലിയൊരു സ്റ്റേജിൽ പരിപാടി കാണുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഇവ ടിക്കറ്റ് എടുത്തതുകൊണ്ട് കാണാൻ പറ്റി, അല്ലെങ്കിൽ 45 റിയാൽ കൊടുത്ത് ഞങ്ങൾ കയറി കാണേണ്ടി വന്നേനെ. എന്തായാലും ഇവന് നല്ലൊരു താങ്ക്സ് ഞാൻ പറയുന്നു.